CPM വലിയ രീതിയിൽ രണ്ട് ചേരിയായി മാറുന്നു, തകരാൻ പോകുന്നു എന്ന് പ്രതീക്ഷിക്കുന്നവർ, എന്ന് പറഞ്ഞു പരത്തുന്നവർ, സൈബർ മീഡിയയിൽ ഇരുന്ന് അപവാദം പറയുന്നവരെ നിങ്ങൾ കേട്ടോ. CPM എന്ന് പറയുന്ന പാർട്ടിയിൽ അനിവാര്യമായ ഒരു മാറ്റം അത് മാത്രമാണ് ഉണ്ടാകാൻ പോകുന്നത്. വേറെ ഏത് പാർട്ടിയാണെങ്കിലും നോക്കൂ നിങ്ങൾ, അച്ചടക്ക ലംഘനത്തിന്റെ എക്സ്ട്രീം ലെവലിലേക്ക് കടന്നു പോകേണ്ട സമയം കഴിഞ്ഞിട്ട് എത്ര നാളായി ആ ഒരു അവസ്ഥ കടന്നു കഴിഞ്ഞു പോയിട്ട്. CPM-ൽ പിണറായി വിജയൻ എന്ന് പറയുന്ന അതികായനായ നേതാവ്, അവർക്കെതിരെ ശക്തമായ പടയൊരുക്കം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ നിശബ്ദമായി ഡിസിപ്ലിനറിയായി കൃത്യമായി കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ് അനിവാര്യമായ തലമുറ മാറ്റം. ഗോവിന്ദൻ മാഷും പിണറായി വിജയനും മാറി നിൽക്കുകയും അവിടേക്ക് പുതിയ മുഖങ്ങൾ വരികയും സ്വീകാര്യതയുടെ പുതിയ പടവുകളിലേക്ക് CPM എന്ന പാർട്ടി എത്തിച്ചേരുകയും ചെയ്യേണ്ടതിന്റെ അനിവാര്യമായ ഒരു മാറ്റം അത് മാത്രമാണ് ഉണ്ടാവുന്നത്. അല്ലാതെ മാധ്യമങ്ങൾ പറഞ്ഞു പരത്തുന്നത് പോലെ കണ്ണൂരിൽ രണ്ട് ചേരി ഉണ്ടാകുന്നു, അതുപോലെ തന്നെ പിണറായിക്കെതിരെ പടയൊരുക്കം ഉണ്ടാകുന്നു, പിണറായിയുടെ എല്ലാ കാര്യങ്ങളും അസ്തമിക്കുന്നു, ഇങ്ങനെയെല്ലാം പറഞ്ഞു പരത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു നേതാവ് പോലും വന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്ന് പറയുന്നില്ല പിണറായിക്കെതിരെ ശക്തമായ നിലപാട് ഞങ്ങൾ എടുക്കുന്നു എന്ന്. CC യോഗത്തിൽ വരെ ശക്തമായ പ്രതിഷേധവും എതിർപ്പും ഉണ്ടായി എന്ന് പറയുമ്പോഴും ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവായ, ഏറ്റവും വലിയ സ്ഥാനത്തിരിക്കുന്ന, ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട MA ബേബി പോലും അച്ചടക്കത്തോടെ പരാമർശങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. ലോകത്ത്, ഇന്ത്യയിൽ, കേരളത്തിൽ ഏതൊരു പാർട്ടിക്കാണ് ഈ ഒരു സമയത്തും ഇത്രമേൽ വലിയ കേഡർ സംവിധാനം കൊണ്ടുപോകാൻ കഴിയുക എന്ന് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പിണറായി വിജയനും ഗോവിന്ദൻ മാഷും മാറും, അതിനൊരു സംശയം വേണ്ട. അതൊരു തോൽവി ഉണ്ടായപ്പോ ആ തോൽവി തലയിൽ കെട്ടിവെച്ച് ആ പഴിയും ചാരി ഇങ്ങനെ നിന്ന് മാറിപ്പോകുന്നതല്ല. അനിവാര്യമായ ഒരു മാറ്റമായതുകൊണ്ട് അതിലേക്ക് ഈ പാർട്ടി എത്തിപ്പെടുന്നു എന്നുള്ളതാണ്. ശൈലജ ടീച്ചറിനെ പോലെയുള്ള, M സുരാജിനെ പോലെ, P രാജീവിനെ പോലെ, MP രാജേഷിനെ പോലെയൊക്കെയുള്ള, ഷംസീറിനെ പോലെയൊക്കെയുള്ള ആളുകളിലേക്ക് അത് കൈമാറ്റം ചെയ്യപ്പെടാൻ പോകുന്നതിന്റെ വലിയ തെളിവുകളാണ് പുറത്തു വരുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. ശക്തമായി ഈ പാർട്ടി ഇവിടെ ഉണ്ടാവും, ഈ പാർട്ടി ഇവിടെ നിലപാടുമായി നിലകൊള്ളും, ഒരു സംശയവും വേണ്ട. എന്നും ഒരു കാര്യം എക്സ്ട്രീം ലെവലിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യണമെങ്കിൽ സമുദായ സമവാക്യങ്ങളുടെയോ ഏതെങ്കിലും തമ്പ്രാന്മാരുടെ തിണ്ണ നിരങ്ങാതിരുന്നുകൊണ്ട് ഇതെല്ലാം ചെയ്യണമെങ്കിൽ അതിന് ചങ്കുറപ്പുള്ള ഒരു പാർട്ടി കേരളത്തിൽ എന്നും ഉണ്ടാവും. അതിന്റെ പേരാണ് ഇടതുപക്ഷവും CPM-ഉം.